ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള PSC എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കേണ്ട ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഏതാണ്? കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. ഐതരേയ ആരണ്യകമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ സംസ്കൃത കൃതി. സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപപ്പെട്ട ഭാഷാ ശൈലി ഏതാണ്? സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന് രൂപപ്പെട്ട ഭാഷാ ശൈലിയാണ് മണിപ്രവാളം. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സംഘകാല കൃതി ഏതാണ്? ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് ആരാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ള. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് ആരാണ്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയെയും എതിർക്കാൻ വേണ്ടി മലയാളത്തിൽ രചിച്ച ആദ്യ കൃതി ഏതാണ്? തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയെയും എതിർക്കാൻ വേണ്ടി മലയാളത്തിൽ രചിച്ച ആദ്യ കൃതിയാണ് ജാതി കുമ്മി. അപ്പോൾ ഇത് രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച ജാതി കുമ്മിയാണ് തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥയും എതിർക്കാൻ വേണ്ടി മലയാളത്തിൽ രചിച്ച ആദ്യത്തെ കൃതി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ച് തെങ്ങ് കലാപം. ഇത് 1697 നടന്നത്. അപ്പോൾ 1697 നടന്ന കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഇതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. അപ്പോൾ ഈ കലാപത്തിനുള്ള കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഈ കലാപം ഉണ്ടാകാനുള്ള കാരണം. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റു ക്വസ്റ്റ്യൻസ്: അഞ്ചു തെങ്ങ് കോട്ട നിർമ്മിച്ച വിദേശികൾ ആരാണ്? അഞ്ചു തെങ്ങ് കോട്ട നിർമ്മിച്ച വിദേശികൾ ആരാണ്? ബ്രിട്ടീഷുകാർ. അഞ്ചു തെങ്ങിൽ കോട്ട പണിയാൻ ഭൂമി അനുവദിച്ച് നൽകിയത് ആരാണ്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ഭൂമി അനുവദിച്ചു നൽകിയത് ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് നടന്നത് 1697 ഈ കലാപം നടക്കാനുള്ള കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വിദേശികൾ ബ്രിട്ടീഷുകാരാണ്. ഈ അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ ഭൂമി അനുവദിച്ച വ്യക്തി ആറ്റിങ്ങൽ ഉമയമ്മ റാണിയാണ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടന്ന വർഷം 1721. അപ്പോൾ ഈ കലാപം നടക്കാനുള്ള കാരണം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ആറ്റിങ്ങൽ കലാപം എന്നത്. ഇനി ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആരാണെന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട്ടിലെ ഭരണാധികാരിയാണ് ആദിത്യവർമ്മ. പോലെ തന്നെ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇത് നടന്ന വർഷം 1721. ഈ കലാപത്തിനുള്ള കാരണം 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. ഇതായിരുന്നു ഈ കലാപം ഉണ്ടാവാനുള്ള റീസൺ. ഈ സമയത്ത് വേണാട്ടിലെ
ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. അപ്പോൾ ഓരോ കലാപവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉറപ്പായും പഠിച്ചു വെച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കുളച്ചൽ യുദ്ധത്തെ കുറിച്ചാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ആഗസ്റ്റ് 10. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ പിടികൂടിയ ഡച്ച് കമാൻഡറാണ് ഡി ലെനോയ്. മാർത്താണ്ഡവർമ്മ പിടികൂടിയ ഡച്ച് കമാൻഡർ ആരാണ്? ഡി ലെനോയ്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് വലിയ കപ്പിത്താൻ എന്നാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡി ലെനോയിയാണ്. ഇദ്ദേഹത്തെയാണ് മാർത്താണ്ഡവർമ്മ പിടികൂടിയത്. ഈ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ആഗസ്റ്റ് 10. നെക്സ്റ്റ് പഴശ്ശി വിപ്ലവമാണ്. പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ നാമം എന്താണ്? പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ നാമം കോട്ടയം കേരളവർമ്മ എന്നാണ്. അപ്പോൾ കോട്ടയം കേരളവർമ്മയാണ് പഴശ്ശി രാജ, അല്ലെങ്കിൽ പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേരാണ് കോട്ടയം കേരളവർമ്മ എന്നുള്ളത്. കൊട്ടിയൂട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. കൊട്ടിയൂട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശി രാജയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 1797 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം. വിപ്ലവം അവസാനിപ്പിക്കാൻ ഇടനിലനിന്നത് ചിറക്കൽ രാജാവായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം ഏതാണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രം കണ്ണൂരിലെ പുരളിമലയായിരുന്നു. കണ്ണൂരിലെ പുരളിമല. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയായിരുന്നു. ഈ വിപ്ലവം ഉണ്ടാവാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. ഈ വിപ്ലവം അവസാനിപ്പിക്കാൻ ഇടനിലനിന്നത് ചിറക്കൽ രാജാവായിരുന്നു. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയായിരുന്നു. അപ്പോൾ ഈ വിപ്ലവം ഉണ്ടാവാനുള്ള കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? രണ്ടാം പഴശ്ശി വിപ്ലവ കാലത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. ഈ വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്ച് നേതാവ് ആരായിരുന്നു? അപ്പോൾ ഇതൊരു PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവ് ആരായിരുന്നു? തലയ്ക്കൽ ചന്തു. ഇനി പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വീരയോദ്ധാക്കൾ അല്ലെങ്കിൽ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കാം. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഇവരൊക്കെയാണ്. പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ഇവരൊക്കെയാണ്. പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? പഴശ്ശി കലാപങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി. പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചത് എന്നാണ്. പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചത് 1805 നവംബർ 30. സ്ഥലം മാവിലത്തോട്. പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചത് മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. 1805 നവംബർ 30 അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലാണ്. പഴശ്ശിയുടെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? പഴശ്ശിയുടെ ജീവിതം ആസ്പദമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കറാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? MT വാസുദേവൻ നായർ. നെക്സ്റ്റ് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടത്തിയത് വേലുത്തമ്പി ദളവയായിരുന്നു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് മണ്ണടി. അപ്പോൾ കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. ഈ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്ത സ്ഥലം
മണ്ണടിയാണ്. ഇനി നെക്സ്റ്റ് കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812 കുറിച്യ കലാപം 1812. അപ്പോൾ വയനാട്ടിൽ നടന്ന കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയായിരുന്നു? വയനാട്ടിൽ നടന്ന കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയായിരുന്നു? കുറിച്യർ, കുറുമ്പർ ഇവയൊക്കെയായിരുന്നു. ഇനി കുറിച്യ കലാപത്തിനുള്ള കാരണം എന്താണെന്ന് നോക്കാം. മലബാർ കളക്ടർ തോമസ് വാർഡന്റെ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ മുദ്രാവാക്യം ഇതായിരുന്നു: വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. 1812 കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പോൾ ഈ കലാപം നടന്ന വർഷം 1812. ഇതിൽ നടന്ന കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്യർ, കുറുമ്പർ ഇവയൊക്കെയായിരുന്നു. കുറിച്യ കലാപത്തിന് കാരണം മലബാർ കളക്ടർ തോമസ് വാർഡന്റെ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു കുറിച്യ കലാപം നടന്നത്. അന്ന് അവർ ഉയർത്തിയ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നുള്ളത്. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. നെക്സ്റ്റ് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1822. അപ്പോൾ ചാന്നാർ ലഹളയ്ക്ക് മറ്റു 2 പേരുകൾ കൂടിയുണ്ട്: മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മാറുമറയ്ക്കൽ സമരം. അപ്പോൾ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ പറയുന്നത് ചാന്നാർ ലഹളയെക്കുറിച്ചാണ്. ഇത് നടന്ന വർഷം 1822. ലഹള കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് പ്രചോദനമായ നേതാവ് വൈകുണ്ഠ സ്വാമികളായിരുന്നു. ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നേതാവ് വൈകുണ്ഠ സ്വാമികളായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് വിളംബരം പുറപ്പെടുവിച്ചത് ആരായിരുന്നു? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ഇത് നടന്നത് 1859 ജൂലൈ 26. അപ്പോൾ ഈ ലഹള നടന്നത് 1822 ഓർക്കണം. ലഹളയ്ക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടായത് 1859. ഇപ്പോൾ പറഞ്ഞത് ചാന്നാർ ലഹളയെക്കുറിച്ചാണ്. ഇത് നടന്ന വർഷം 1822. അപ്പോൾ ഇതിന്റെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം. ഇവയൊക്കെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പ്രക്ഷോഭമായി കണക്കാക്കുന്നത് ചാന്നാർ ലഹളയാണ്. ഇതിന് പ്രചോദനമായ നേതാവ് വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെള്ള നീചന്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. അതുപോലെ തന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് വിളംബരം പുറപ്പെടുവിച്ച വ്യക്തി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇത് 1859 ജൂലൈ 26 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മലയാളി മെമ്മോറിയൽ രൂപീകൃതമായ വർഷം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ എന്നത് ഒരു നിവേദനമാണ്. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു നിവേദനമാണെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 10,028. ആദ്യം ഒപ്പുവെച്ച വ്യക്തി KP ശങ്കര മേനോനാണ്. രണ്ടാമത് ഒപ്പുവെച്ച വ്യക്തി ബാരിസ്റ്റർ GP പിള്ളയാണ്. അതായത് G പരമേശ്വരൻ പിള്ള. അതായത് തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് G പരമേശ്വരൻ പിള്ള അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹമാണ് ഈ നിവേദനത്തിൽ രണ്ടാമതായി ഒപ്പുവെച്ച വ്യക്തി. ഈ നിവേദനത്തിൽ മൂന്നാമത് ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയലിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയലിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ CV രാമൻപിള്ള. ഇതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ CV രാമൻപിള്ള എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ഇതൊരു PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? T രാമറാവു. അപ്പോൾ മലയാളി മെമ്മോറിയൽ എന്നത് ഒരു നിവേദനമാണ്. ഈ നിവേദനത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതാണ്. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് G പരമേശ്വരൻ പിള്ള അല്ലെങ്കിൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 10,028. ഈ നിവേദനത്തിൽ ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കര മേനോനാണ്. മൂന്നാമത് ഒപ്പുവെച്ചത് ഡോക്ടർ
പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഇത് സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഈഴവ മെമ്മോറിയൽ ആണ്. ഈഴവ മെമ്മോറിയൽ എന്നാൽ സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട നിവേദനമായിരുന്നു ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ഈ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176 ആണ്. ഈ നിവേദനം സമർപ്പിച്ചത് ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. ഇത് 1996 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ. ഇതിന് ശേഷം 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വൈസ്രോയ്ക്കാണ്? 1900 ശേഷം രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏതു വൈസ്രോയ്ക്കാണ്? കഴ്സൺ പ്രഭു. ഈഴവ മെമ്മോറിയൽ എന്നാൽ സർക്കാർ സ്കൂളുകളിലും ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഇതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176 ആണ്. ഈ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈ നിവേദനത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് രാജാവിനാണ്? ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യർ ആയിരുന്നു. അതുപോലെ തന്നെ 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ഏത് വൈസ്രോയ്ക്കാണ്? കഴ്സൺ പ്രഭു. ഒന്നാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1916 ആണ്. ഒന്നാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1916. നടന്ന സ്ഥലം പാലക്കാടാണ്. ഒന്നാം മലബാർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1917 ആണ്. അതായത് തുടർച്ചയായ വർഷങ്ങളിലാണ് കോൺഗ്രസ് നടക്കുന്നത്. രണ്ടാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1917 കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷൻ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. അതുപോലെ തന്നെ മൂന്നാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1918 ആണ്. ഇത് തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. മൂന്നാം മലബാർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. നാലാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1919. ഇത് നടന്ന സ്ഥലം വടകരയാണ്. നാലാം മലബാർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ KP രാമൻ മേനോൻ ആയിരുന്നു. അഞ്ചാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1920. ഇത് നടന്ന സ്ഥലം മഞ്ചേരിയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന കോൺഗ്രസ് സമ്മേളനമാണ് മഞ്ചേരി മലബാർ കോൺഗ്രസ് സമ്മേളനം. ഇതിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. ഒന്നാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1916. സ്ഥലം പാലക്കാടാണ്. അധ്യക്ഷൻ ആനി ബസന്റ് ആയിരുന്നു. രണ്ടാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1917 കോഴിക്കോട് വെച്ചായിരുന്നു നടന്നത്. CP രാമസ്വാമി അയ്യർ ആയിരുന്നു അധ്യക്ഷൻ. മൂന്നാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1918 തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു അധ്യക്ഷൻ. നാലാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1919. സ്ഥലം വടകര. ഇതിന്റെ അധ്യക്ഷൻ KP രാമൻ മേനൻ ആയിരുന്നു. അഞ്ചാം മലബാർ കോൺഗ്രസ് നടന്ന വർഷം 1920. ഇത് മഞ്ചേരിയിൽ വെച്ചാണ് നടന്നത്. അഞ്ചാം മലബാർ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. 1916 മലബാറിൽ സ്ഥാപിക്കപ്പെട്ട ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1916 മലബാറിൽ സ്ഥാപിക്കപ്പെട്ട ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യർ ആയിരുന്നു. അപ്പോൾ ഇതിന്റെ സെക്രട്ടറി KP കേശവ മേനോൻ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.